ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കതിൽ 100 കൊടുക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ പ്രോപ്പറായിട്ട് ഇന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് വർക്കൗട്ട് ആവില്ല. ഫൗണ്ടർ ഈഗോ. അതെ, എന്താണ് ഫൗണ്ടർ ഈഗോ? ഞാനുണ്ടെങ്കിലേ എൻ്റെ കമ്പനി പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ, ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ഇത്രയും തുടങ്ങാന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനും എനിക്കറിയാം എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. അതെ, ചില കാര്യങ്ങളിൽ നമ്മളെക്കാളും മാർക്കറ്റ് അറിയാവുന്നത് നമ്മുടെ സ്റ്റാഫ് ടീമിനായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചില നേരങ്ങളിൽ ഓക്കെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു ഫൗണ്ടറിന് കഴിയണം. അന്ന പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഭയങ്കര ക്ലാരിറ്റി ഉള്ള പെൺകുട്ടികളുടെ ഒരു ജനറേഷനാണിത്. കാരണം അവർക്കറിയാം അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. ആൻഡ് അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് 90% പെൺകുട്ടികളും. അപ്പോഴും 10% ഉണ്ട്. ആ റേഷ്യോ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അഭിമാനം തോന്നും. എന്നെ ഇന്നത്തെ ഞാനാക്കിയതും എന്നെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് എൻ്റെ ഇവന്റ് മാനേജ്മെന്റ് പോഷ് മാജിക്ക എന്ന ബ്രാൻഡ് കാരണമാണ്. നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദമായി സ്വാഗതം. 5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും രംഗുവും ഒരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. സ്പാർക്കില് ഒരു കഥ പറഞ്ഞു തുടങ്ങി. പിന്നീട് ഇത്ര വർഷത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ്. സംരംഭത്തിൽ വരുന്ന എല്ലാവരെയും ഞങ്ങളൊരു ഫാമിലിയിലേക്കാണ് ഇൻവൈറ്റ് ചെയ്യാറുള്ളത് പറയും. ആ ഫാമിലി ഒരു മെമ്പറായി പിന്നീട് മാറി. ഇന്ന് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് അഖില എന്ന് പറയുന്ന ഞങ്ങളുടെ പ്രിയ സുഹൃത്ത്, അല്ലെങ്കിൽ പോഷ് മാജിക്ക എന്ന് പറയുന്ന വലിയൊരു സ്ഥാപനത്തിന്റെ സാരഥി. ആദ്യം കാണുമ്പോൾ 5 വർഷവും ഇന്ന് കാണുമ്പോൾ 10 വർഷവും പിന്നിട്ടിരിക്കുകയാണ് പോഷ് മാജിക്ക എന്ന് പറയുന്ന വലിയ സംരംഭം. സ്വാഗതം ചെയ്യുന്നു അഖിലെ ഒരിക്കൽ കൂടി സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിലേക്ക്. താങ്ക് യു. ഇത്രയും ഫോർമാലിറ്റി ഒക്കെ വേണമെന്നല്ലേ? ഇരിക്കട്ടെ. അതെ, എപ്പോഴും നമ്മുടെ ഇൻഫോർമൽ കോൺവെർസേഷൻസിലൊക്കെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഫിനാൻഷ്യലി വളരെ സെറ്റിൽഡ് ആയ ഒരു ഫാമിലിയിൽ നിന്നും ബിസിനസ്സുകാരനായ ഒരു അച്ഛൻ്റെ മകളായി ജനിച്ചു. ആ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യാൻ എല്ലാവിധ ഓപ്പർച്യൂണിറ്റീസും ഉണ്ടായിരുന്നു. 2 പെൺമക്കൾ മാത്രമാണ് ഉള്ളത്. മൂത്തയാളാണ്. ബിസിനസ്സാണ് ബ്ലഡിലുള്ളത് മുഴുവൻ. നിസ്സംശയം അച്ഛനെ ഏൽപ്പിച്ചിട്ട് ധൈര്യത്തോടെ മാറി നിൽക്കാം. പക്ഷെ ആ വഴി തിരഞ്ഞെടുക്കാതെ സ്വന്തമായി ഒരു പാത വെട്ടിത്തെളിക്കുക എന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് 10 വർഷങ്ങൾക്ക് മുന്നേ 22 വയസ്സിൽ ഇറങ്ങിത്തിരിക്കുന്നത്. എന്തായിരുന്നു അങ്ങനെ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ വേറൊരു ചുവട് വെക്കാം എന്ന് ചിന്തിക്കാനുള്ള കാരണം? അതൊരു വാശിയുടെ പുറത്തൊന്നും ആയിരുന്നില്ല. ഒന്ന് മാറി ചിന്തിക്കാം എന്ന് തോന്നി. മാത്രമല്ല, ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കണം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ നമുക്കതിൽ 100 കൊടുക്കാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തപ്പോൾ ശരിക്കും ടീച്ചിങ് ഫീൽഡായിരുന്നു. അതിൽ നിന്ന് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരാം എന്നൊരു തീരുമാനം എടുത്തത് എങ്ങനെയാണ് അറിയാമല്ലോ. എൻ്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ വലിയൊരു ഡൗൺഫോളിൽ നിന്നാണ് ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ ടൈമിൽ ഞാൻ റിയലൈസ് ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടേതായ എന്തുണ്ടോ അത് മാത്രമാണ് നമുക്ക് മുന്നോട്ട് ലൈഫിൽ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് ധൈര്യം തരുന്നത്. ഞാൻ ശരിക്കൊരു ഡിവോഴ്സിൽ നിന്ന് എടുത്ത തീരുമാനമാണിത്. ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ഒരു ഫൈനാൻഷ്യൽ ഇമ്പോർട്ടൻസ് എന്തോരമാണ് ഒരു പെൺകുട്ടിയുടെ ലൈഫിലെന്ന് വളരെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ടീച്ചിങ് ഫീൽഡിലേക്കുള്ളതായിരുന്നു. നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ് ടീച്ചർ ആവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഐഡൻറ്റിറ്റിയിൽ അറിയപ്പെടണം, ഞാനായിട്ട് ബിൽഡ് ചെയ്ത ഒരു ബ്രാൻഡിൻ്റെ പേരിൽ ഞാൻ അറിയണം എന്നൊക്കെയുള്ള ആഗ്രഹം കടന്നു വന്നത് അങ്ങനെ ഒരു മോശം സിറ്റുവേഷനിൽ നിന്ന് നമ്മൾ ഉയർന്നു വന്നപ്പോഴാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനൊരു ബ്രാൻഡ് നമ്മൾ തുടങ്ങാമെന്ന് തീരുമാനിച്ചത്. ആ ടൈമിലാണ് ഞാൻ ശരിക്കൊരു പെൺകുട്ടിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അവളുടെ കയ്യിലുള്ള അവൾ അധ്വാനിച്ച പണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് മറ്റൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഞാൻ എൻ്റെ ലൈഫിലെ പല തീരുമാനങ്ങളും എടുക്കുന്നെങ്കിൽ ആ ഡിപ്പെൻഡൻസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും അത്. അൺസർട്ടനിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും പെർമിഷൻ ചോദിക്കേണ്ട, അല്ലെങ്കിൽ എല്ലാത്തിലും അണ്ടറിൽ നിന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് പോകും എന്നെനിക്ക് തോന്നിയത് കൊണ്ടാണ്. ഞാനായിട്ട് ബിൽഡ് ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ലല്ലോ. ഞാനായിട്ട് ഉണ്ടാക്കിയ ബ്രാൻഡ്, എൻ്റെ ഇൻകം, അതിലെനിക്ക് എന്ത് വേണമെങ്കിലും തീരുമാനങ്ങൾ എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി എന്നെ തന്നെ ബോധ്യപ്പെടുത്താനായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ആവശ്യമായിരുന്നു. അങ്ങനെയാണ് തനിയെ ഒരു ബ്രാൻഡ് ഓൺ ചെയ്യാം, മറ്റൊന്നിൻ്റെ തുടർക്കഥയാവണ്ട എന്ന് തീരുമാനിച്ചത്. അവിടെ ഒരു ടീച്ചിങ് പ്രൊഫഷനിലാണ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു. കുട്ടികളെ വീട്ടിലിരുത്തി ട്യൂഷൻ പഠിപ്പിക്കാമായിരുന്നു, ഓൺലൈനിൽ ട്യൂഷൻ എടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പം എത്രയോ ടീച്ചേഴ്സ് തന്നെ പല പല മേഖലയിൽ ടീച്ചിങ് തന്നെ ഒരു ഓൺട്രപ്രണർഷിപ്പിലേക്ക് വന്നിട്ടുണ്ട്.
പക്ഷെ അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി. ഇനി അതുമല്ല, ഒരു പെൺകുട്ടി 22 വയസ്സിൽ ഇറങ്ങുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കും ഒരു ബൊട്ടീക്ക് തുടങ്ങാം, ഒരു സാരി റീസെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ വളരെ ചെറുതിൽ നിന്നാണ് എല്ലാവരും തുടങ്ങുന്നത്. പക്ഷെ അഖില ഇറങ്ങിത്തിരിക്കുന്നത് ഒരുപാട് വർഷമായിട്ട് പുരുഷന്മാർ മാത്രം നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അവർക്കൊരു മേൽക്കോയ്മയുള്ളൊരു മേഖലയിലാണ്, ഒരുപാട് കോമ്പറ്റീഷനുള്ള ഒരു മേഖലയാണ് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി. ഓപ്പർച്യൂണിറ്റീസ് ഫ്യൂച്ചറിൽ ഉണ്ടെങ്കിലും 10 വർഷങ്ങൾക്ക് മുന്നേ അതൊരു റിസ്ക് ആയിരുന്നു. എന്തുകൊണ്ടാണ് ഒരു സേഫ് സോൺ ചൂസ് ചെയ്യാതെ ഒരു ഈ പറഞ്ഞതുപോലെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറായത്? ശരിക്കും ടീച്ചിങ് ഫീൽഡ് തിരഞ്ഞെടുക്കാതിരുന്നത്, നമ്മൾ ബി എഡിനൊക്കെ പോയി എന്നുണ്ടെങ്കിലും ഭയങ്കര ക്ഷമ വേണ്ട ഒരു ഫീൽഡാണത്. അപ്പോൾ ഞാനുമായിട്ട് ഒട്ടും യോജിക്കാത്തതാണോ എന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ അത്ര ക്ഷമയുള്ള ഒരാളൊന്നും അല്ല അത്. ഇപ്പോഴാണ് പിന്നെ ഓരോരോ അനുഭവങ്ങളിലൂടെ നമ്മൾ ക്ഷമിക്കണം, ജീവിതം ക്ഷമ പഠിപ്പിച്ച് വരുന്നത്. അപ്പോൾ അന്ന് 22 എന്നുള്ളൊരു ഏജിൽ നമ്മൾ അത്ര ക്ഷമയുള്ള ഒരാളല്ല. അപ്പോൾ അത്രയും ക്ഷമയും ഡെഡിക്കേഷനും വേണ്ട ഒരു ഫീൽഡാണത്. പിന്നെ ഞാൻ പൊതുവേ ഇത്തിരി വെപ്രാളിയാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്കെല്ലാം ഇങ്ങനെ വേഗം ചെയ്ത് തീർക്കണം, അങ്ങനെ ഓടി നടന്ന് ചെയ്യുന്ന കാര്യങ്ങളോടാണ് പൊതുവേ എനിക്ക് താല്പര്യം. എന്നെ ഒരിടത്ത് ഇരുത്തിയിട്ട് ഇന്ന രീതിയിൽ 5 മണി തൊട്ട് അല്ലെങ്കിൽ രാവിലെ 9 മണി തൊട്ട് 5 മണി വരെ പ്രോപ്പറായിട്ട് ഇന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കത് വർക്കൗട്ട് ആവില്ല. പിന്നെ അതിലെല്ലാം ഉപരി നമ്മൾ നമ്മുടേതായി തുടങ്ങുന്നൊരു ബ്രാൻഡ് എന്നൊരു അതൊരു ശരിക്കും പ്രൗഡ് മൊമെൻ്റ് ആണത്. ബാക്കിയുള്ളവർ നമ്മളെ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ മുന്നിൽ നമുക്ക് നമ്മളെ പ്രൂവ് ചെയ്യാനും, അന്ന് എന്നെ പ്രൂവ് ചെയ്യേണ്ടത് എൻ്റെ ആവശ്യമായിരുന്നു. കാരണം നമ്മൾ കഴിവില്ലാത്തൊരാളല്ല, നമുക്ക് ഒരുപാട് നമ്മുടേതായ ക്യാപ്പബിലിറ്റിയും നമ്മുടേതായ ടാലൻറ്റും നമുക്ക് ഷോക്കേസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയാലേ നമുക്ക് നമ്മളെ പലപ്പോഴും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ വലിയ എമൗണ്ട് ഒന്നും ഫണ്ട് ചെയ്യാതെ, കാരണം ഇവന്റ് മാനേജ്മെന്റ് ആകുമ്പോൾ അന്നത്തെ കാലത്ത് ഫണ്ടിങ് ഒരുപാട് വേണ്ടായിരുന്നു. അന്ന് ഞാൻ തയ്യാറാക്കിയ പ്ലാൻ വെച്ചിട്ട് വളരെ ചെറിയൊരു എമൗണ്ടിൽ നിന്ന് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ തുടങ്ങാൻ പറ്റിയ ഒരേ ഒരു ഫീൽഡ് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. 10 വർഷം മുന്നത്തെ കാര്യമാട്ടോ. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടി, അത്യാവശ്യം നമുക്ക് ഫണ്ടിങ് ഒക്കെ ഉണ്ടെങ്കിലേ കോമ്പീറ്റിംഗ് മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് എനിക്ക് തോന്നുന്നു 3, 4, 5 പേരെ കാണുള്ളൂ ഒരു ജില്ല എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ. ഇപ്പം അങ്ങനെയല്ല, 50ഓളം പേരുണ്ട് ഒരൊറ്റ മാർക്കറ്റിൽ തന്നെ. അതെ അതെ അതെ. അപ്പോൾ അന്ന് വലിയ ഫണ്ടൊന്നും ഇല്ലെങ്കിലും നമുക്ക് നന്നായിട്ട് ആലോചിച്ച് നമ്മുടെ കഴിവ് പെർഫോം ചെയ്ത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ ആലോചിച്ചപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്നത് ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു. അങ്ങനെ തിരഞ്ഞെടുത്തതാണ്. അങ്ങനെയാണ് പോഷ് മാജിക് ജനിക്കുന്നത്. അതെ, പോഷ് മാജിക് അങ്ങനെ. ആ റിസ്ക് എപ്പോഴെങ്കിലും എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ലായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ശരിക്കും നമ്മളൊരു ഓൺടർപ്രൂണർഷിപ്പ് എന്നുള്ളതൊരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പല പ്രതിസന്ധികളും വരുമ്പോൾ ഇത് തോന്നും, അയ്യോ നമ്മൾ വീണു പോവോ എന്ന്. പക്ഷേ ഇതെല്ലാം ഒരൊറ്റ രാത്രി കൊണ്ട് ഉറങ്ങി എണീക്കുമ്പോൾ എന്നെക്കൊണ്ട് പറ്റും എന്ന് തോന്നുന്നിടത്താണ് ഓൺടർപ്രൂണർഷിപ്പിൻ്റെ കഴിവ്. അപ്പോൾ തോന്നുന്ന നിമിഷങ്ങളൊക്കെ വരും. അന്ന് നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുക, ഞാൻ ഇത്രയും ഇത് മുന്നോട്ട് കൊണ്ടുവന്നതാണ്, ഇത്രയും ഞാൻ ചെയ്തു, അപ്പോൾ ഇനി മുന്നോട്ട് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റും എന്ന് നമുക്ക് നമ്മളോടുള്ളൊരു ട്രസ്റ്റ് ഉണ്ടല്ലോ, അതാണ് ഓരോ ബ്രാൻഡിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 5 വർഷം മുമ്പ് കാണുന്ന അഖിലയിൽ നിന്നും 10 വർഷത്തിലേക്ക് ഇപ്പോഴത്തേക്ക് വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. പോഷ് മാജിക് തുടങ്ങിയ അഖിലയും ഇപ്പോഴത്തെ അഖിലയും ഒന്ന് ഒരു 2 തുലാസിൽ നിർത്തിയാൽ ഏത് അഖിലയ്ക്ക് കൂടുതൽ മാർക്ക് കൊടുക്കും? ഇപ്പോഴത്തെ അഖിലയ്ക്ക് തന്നെയാണെന്ന് തോന്നുന്നു. എന്താണ് കാരണം? ഇമോഷണലി നമ്മൾ ഒരുപാട് വളർന്നു. അന്ന് ഒന്നും അറിയാതെ തുടങ്ങിയതാണ്. എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നും, ദൈവമേ, ഒരു ബേസിക് കാര്യങ്ങൾ പോലും അറിയാതെ എങ്ങനെയാണ് ഇവൻ്റ് പോലെ ഇത്രയും ഉത്തരവാദിത്തമുള്ളൊരു ഫീൽഡ് തിരഞ്ഞെടുത്ത് ചെയ്യാനുള്ള ധൈര്യം കാണിച്ചതെന്ന്. ശരിക്കും ഇപ്പം നമുക്ക് ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ വാല്യൂവും കണക്കും കാൽക്കുലേഷനും കാര്യങ്ങളും ഇപ്പം നമുക്ക് നിപ്പിൽ പറയാൻ പറ്റും. അന്നത് എന്താണെന്ന് പോലും അറിയില്ല തുടങ്ങുന്ന ടൈമിൽ. ഞാൻ ഇതിന് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജനറേറ്ററിൻ്റെ ആവശ്യമുണ്ട് ഒരു ഇവന്റ് നടത്തുമ്പോൾ എന്നുള്ളത് പോലും നമുക്ക് അറിയാത്ത ഇവന്റുകൾ ഉണ്ടായിരുന്നു ആദ്യത്തെ വർഷങ്ങളിൽ. അത്രയും വണ്ടിയായിരുന്നു. കാരണം നമ്മൾ കാണുമ്പോൾ ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ നമ്മുടെ വെഡിങ് ഹാൾ എന്നുണ്ടെങ്കിൽ അവിടെ ഓൾറെഡി കറണ്ട് ഉണ്ടല്ലോ. നോർമലി നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും കറണ്ട് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ജനറേറ്റർ വരും. അപ്പൊ അവിടുത്തെ ജനറേറ്റർ നമുക്ക് ഉപയോഗിക്കാം, അങ്ങനെയാണ്. പക്ഷേ ഇത് ഇങ്ങനെയല്ല. നമ്മൾ ഇവന്റിന് നമ്മൾ കരുതേണ്ട ബാക്കപ്പ് നമ്മളാണ് അറേഞ്ച് ചെയ്യേണ്ടത്. അങ്ങനത്തെ മിനിമം അറിവ് പോലും ആ 22 വയസ്സിൽ ഇല്ലാതെയാണ് നമ്മൾ അന്ന് അവിടെ നിന്ന് തുടങ്ങിയത്. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ പ്രാക്ടിക്കാലിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ സെക്യൂരിറ്റി മെഷേഴ്സിനും, കാരണം ഇവൻ്റ് എന്ന് പറഞ്ഞ ഫീൽഡിൽ ഒരുപാട് സെക്യൂരിറ്റി
പ്രോബ്ലംസ് ഉള്ളൊരു ഫീൽഡാണിത്. വെറുതെ കൊണ്ടുപോയി നമ്മൾ കാണുമ്പോൾ കുറേ ഫ്ലവറും കുറേ പില്ലറും കുറേ അറേഞ്ച്മെൻറ്റ്സും ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ അവിടെ ടെമ്പററി ആയിട്ട് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ അവിടെ തന്നെ എങ്ങനെ നമുക്ക് സെക്യൂരിറ്റി മെഷേഴ്സ് എല്ലാം നോക്കി അവിടെ വെക്കാം, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി നമ്മൾ എടുക്കുമ്പോൾ അതിന് എന്തൊക്കെ അപ്രൂവൽ വേണം, പെർമിഷൻ വേണം, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കും. അതൊക്കെ ഇന്ന് നമ്മൾ ബോധേഡാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇമോഷണലി ഒരുപാട് ഡെവലപ്പായി. പിന്നെ ധൈര്യം, കറേജിൻ്റെ കാര്യത്തിൽ അന്നത്തെക്കാളും ഇന്ന് നമ്മൾ ചിന്തിക്കും ഒന്നും കൂടെ. ഈ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ധൈര്യമായിട്ട് എടുക്കും എന്ന് പറയാതെ ഞാൻ ധൈര്യമായിട്ട് ഈ തീരുമാനത്തിലോട്ട് എത്തണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ അതിൻ്റെ പിന്നിൽ ഞാൻ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്യണം എന്നുള്ളത് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരു ഇമോഷണലി അല്ലെങ്കിൽ എന്താ പറയുക, ഇതിൽ ഈ നോളജിൽ ഉണ്ടാവുന്ന ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, നമുക്ക് ഓരോ ഇയർ മാറും തോറും ഗ്രാജുവലി നമ്മൾ ഓരോന്ന് പഠിച്ച് നമ്മുടെ അറിവിൽ വരുന്ന മാറ്റം, ആ അറിവ് എന്ന ഭാഗത്തിലാണ് ആ 10 കൊല്ലം മുന്നേയുള്ള അഖിലേക്കും ഇപ്പോഴും വന്നിരിക്കുന്ന കരിയർ വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തിലാണ് ഒരുപാട് മാറ്റം വന്നിരിക്കുന്നത്. അന്നത്തെ എടുത്തുചാട്ടം ഒരിക്കലും ഇപ്പൊ കാണിക്കില്ല. അന്ന് എടുത്തുചാട്ടം എന്ത് ബിസിനസ് തുടങ്ങിയത് ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ അല്ല, ഇത് തുടങ്ങിയത് ഒരിക്കലും മണ്ടത്തരമാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്നെ ഇന്നത്തെ ഞാനാക്കിയതും എന്നെ മറ്റുള്ളവർ റെസ്പെക്റ്റ് ചെയ്യാനും അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ തുടങ്ങിയത് എൻ്റെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് പോഷ് മാജിക്ക എന്ന ബ്രാൻഡ് കാരണമാണ്. അപ്പോൾ ഇതൊരിക്കലും ഒരു ബാഡ് ഡിസിഷനായി പോയി എന്ന് എനിക്കൊരു പോയിന്റിൽ പോലും തോന്നിയിട്ടില്ല. പക്ഷേ ഇന്നായിരുന്നെങ്കിൽ എനിക്കറിയില്ല, അന്ന് ചിലപ്പോൾ അത്രയും അറിവില്ലാതിരുന്നത് കൊണ്ടായിരിക്കും അത്രയും ധൈര്യത്തിൽ എടുത്തു ചാടി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റിയത്. ഇന്ന് നമ്മൾ ഒന്നും കൂടി ഇരുന്നുകൊണ്ട് ആലോചിച്ചാൽ ഇതിൻ്റെ താഴെ മാർജിനുള്ള കാര്യങ്ങളെ ചിലപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുള്ളൂ. കാരണം ഇപ്പം നമുക്കറിയാം ഒരു അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട നടപ്പ് എന്താണ് എന്നുള്ളത്. അന്നതറിയില്ലല്ലോ. അന്നെടുത്ത തീരുമാനം അത്. അതെ, അറിവില്ലായ്മ അനുഗ്രഹമായി എന്ന് പറയാം. ഒരു പെൺകുട്ടി ഒരു സപ്പോർട്ടും ഇല്ലാതെയാണ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പൊ ഞാൻ ഈ വെല്ലുവിളികളെ കുറിച്ചും റിസ്കിനെ കുറിച്ചൊക്കെ മാത്രം ചോദിക്കുന്നതിന്റെ റീസൺ, ഇപ്പൊ എനിക്ക് സപ്പോർട്ടിന് എൻ്റെ ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറായിട്ട് രംഗു ഉണ്ട്. ഒരു പ്രശ്നം വന്നാൽ എന്നെ മാറ്റി നിർത്തി അവരത് ടേക്കപ്പ് ചെയ്യും. ഞാൻ കാണുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും, ഒരു 90% സ്ത്രീകൾക്കും അങ്ങനെ ഒരു സപ്പോർട്ടിങ് സിസ്റ്റം ബാക്കിലുണ്ട്. പക്ഷെ ഒരു 10%, കഴിഞ്ഞ ദിവസം ഞാൻ പോഡ്കാസ്റ്റ് എടുത്ത ഡോക്ടർ നിലൂഫർ ഷെരീഫ്, അഖില, അങ്ങനെ പറയുന്ന ഒരു 10% എപ്പോഴും വേറിട്ടാണ് നടക്കുന്നത്. അവരങ്ങനെ അവരുടെ പുറകിൽ ഒരാളുണ്ട് എന്നുള്ള ധൈര്യത്തിലല്ല, ഒറ്റയ്ക്കാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വെല്ലുവിളികളെ എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ അതിജീവിച്ചു ഇത്തരത്തിലധികം വെല്ലുവിളികൾ? ഇപ്പൊ നമ്മളൊരു കോട്ടൊക്കെ കൊടുത്താൽ നമ്മളെക്കാളും കുറച്ച് കോട്ട് കൊടുത്തേക്കുന്ന സ്ഥാപനങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മളൊരു പെൺകുട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ വർക്ക് കിട്ടാതെ പോയിട്ടുണ്ടാകും. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു പോകുന്നു. ഈ വെല്ലുവിളികളെ എങ്ങനെ തരണം ചെയ്തു? എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കായി പോയതല്ല, ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് എൻ്റെ തീരുമാനമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ആരെയും ബ്ലെയിം ചെയ്യുന്നില്ല. വേണമെങ്കിൽ ചിലയിടങ്ങളിൽ കണ്ണടച്ച് നിന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു കംഫർട്ട് സോൺ തിരഞ്ഞെടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ എല്ലാവരും ചുറ്റും ഉണ്ടാവേണ്ടിയിരുന്ന ഒരു വേൾഡായിരുന്നു എൻ്റെ. പക്ഷേ ഒറ്റയ്ക്ക് മുന്നോട്ട് പോവാം എന്നുള്ളത് വളരെ വ്യക്തിപരമായ ചില കാരണങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഞാൻ എടുത്ത തീരുമാനമായിരുന്നു. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കാണ്. പിന്നെ നമുക്ക് എല്ലായ്പ്പോഴും നമ്മുടെ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പാരൻസാണ് നമ്മുടെ കൂടെ ഉണ്ടാവേണ്ടത്, പാർട്ട്ണറാണ് കൂടെ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പിറപ്പാണ് കൂടെ ഉണ്ടാവേണ്ടത്, അങ്ങനെയൊന്നും നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല ഇനിയുള്ള കാലത്ത്. അത് അവരുടെ ചോയ്സാണ്. അതെ, അത് അവരുടെ ഓപ്ഷനാണ്. പണ്ടായിരുന്നു അത് അങ്ങനത്തെ റിലേഷൻഷിപ്പൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാവണം, അവരില്ലെങ്കിൽ നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പെൺകുട്ടികൾ ചിന്തിച്ചിരുന്ന ഒരു പ്രായം, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോകുന്നു. ഇന്ന് ആരില്ലെങ്കിലും ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യും എന്ന് പറയുന്ന, അല്ലെങ്കിൽ അത് കോമ്പീറ്റ് ചെയ്ത് മുന്നിലെത്തി കാണിക്കുന്ന ജെൻസി കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് നിങ്ങളുടെ ഷൂട്ടിന് കണ്ട ആ കൊച്ചുകുട്ടി, നമുക്ക് കാണുമ്പോൾ അതിശയമാണ് ഈ പ്രായത്തിലുള്ളൊരു കുട്ടി എങ്ങനെ ഒരു ഓൺടർപ്രണർഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചു എന്ന് കേൾക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിക്കും. അതെ. അപ്പോൾ ഇത്രയും ധൈര്യമുള്ള ഒരു ജനറേഷൻ വരുന്ന ടൈമിൽ നമ്മൾ സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇന്ന ആൾക്കാർ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ട് പോകും എന്ന് ചിന്തിച്ചിരുന്നാൽ നമ്മുടെ ഡ്രീംസിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കായതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം എനിക്ക് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മളായിട്ട് തിരഞ്ഞെടുക്കുന്ന കുറച്ച് മനുഷ്യർ കാണും. ഇപ്പോൾ എൻ്റെ സ്റ്റാഫ് ടീം, എന്ത് വന്നാലും എന്നെ ഇട്ടിട്ട് പോവാത്ത എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് മനുഷ്യരുണ്ട് ഈ 10 വർഷമായിട്ട്.
അവരാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. എൻ്റെ പേഴ്സണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും പ്രൊഫഷണൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഞാനായിട്ട് ക്രിയേറ്റ് ചെയ്ത കുറച്ച് മനുഷ്യരുടെ കാര്യത്തിൽ ഞാൻ ഭയങ്കര റിച്ചാണ്. അതെല്ലാവർക്കും കിട്ടണം എന്നില്ല ആ ഓപ്ഷൻ. ഞാൻ അത് തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. കാരണം ഞാൻ അഖിലയെ കാണുമ്പോഴൊക്കെ സാധാരണ ഞാൻ കണ്ടേക്കുന്ന ഇവന്റ് മാനേജ്മെന്റിന്റെ ഓണേഴ്സിന്റെ കയ്യിൽ ഒരു 4 ഫോൺ ഉണ്ടാകും. ഇങ്ങനെ ഫോൺ ഫുള്ള് ഒരു ഫോണിലായിരിക്കും. പക്ഷെ ഞാൻ അഖിലയെ കാണുമ്പോഴൊക്കെ ഞാൻ ചോദിക്കും, നിനക്ക് വർക്കൊന്നുമില്ലേ? അപ്പൊ എൻ്റെ അടുത്ത് പറയുന്ന റിപ്ലൈ, എനിക്കതിന് കഴിഞ്ഞ ദിവസം എങ്കോ പറഞ്ഞു തോന്നുന്നു, എടി ഇവിടെ പണിക്കൊന്നും പോകുന്നില്ലേ? അപ്പൊ കാരണം എന്താ വെച്ചാൽ ഞങ്ങള് കാണുമ്പോഴൊന്നും അഖില ഫോണിൽ അഡിക്റ്റഡ് അല്ല. ഫോൺ കോൾസ് അഖിലയെ ബുദ്ധിമുട്ടിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് അതെന്തായി, ഇവിടെ എന്തായി, മറ്റേ കല്യാണം എന്തായി, ഇങ്ങനെയൊന്നും ചോദിക്കുന്നില്ല. അങ്ങനെ നിൽക്കാനും വേണം ഒരു ധൈര്യവും ഒരു ഭാഗ്യവും. എന്താണ് ആ ഭാഗ്യം? എനിക്ക് തോന്നുന്നു എൻ്റെ ടീം തന്നെയാണ്. കാരണം നമ്മളൊരു 5 വർഷം വരെ ഇതുപോലെ ഫോൺ അറ്റൻഡ് ചെയ്തും അല്ലെങ്കിൽ ഈ വൺ മാൻ ഷോ നടത്തിയിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. എല്ലായിടത്തും ഞാൻ തന്നെ എത്തണം, എല്ലാം ഞാൻ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ടീം ഉണ്ടെങ്കിലും അവർ ഭംഗിയായിട്ട് ചെയ്യും തോന്നിയാലും അവിടെ ആ ടൈമിൽ ഇവൻറ്റിൻ്റെ വർക്ക് തുടങ്ങുന്നത് തൊട്ട് അത് തീരുന്നത് വരെ ഞാൻ പോയി ഇങ്ങനെ നിൽക്കും. അതെന്തോ ഒരു ട്രസ്റ്റ് ഇല്ലായ്മയായിരുന്നു. പക്ഷേ നമുക്കതിന് ശേഷം പലരായിട്ട് പറഞ്ഞു തന്നു, ഒരു കമ്പനി പ്രോപ്പർലി ഡെലിഗേറ്റ് ആവുമ്പോഴാണ് അതിനെ ബ്രാൻഡെന്ന് വിളിക്കാൻ പറ്റുന്നത്. അല്ലാത്തടത്തോളം അത് വൺ മാൻ ഷോ ആണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ ഫ്ലാറ്റിലിരുന്ന് കാര്യങ്ങൾ എൻ്റർ ചെയ്താലും അത് വളരെ ഭംഗിയായി കൊണ്ടുപോകുന്ന ടീമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ചെന്നൈയിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ചെന്നൈയിൽ ഓപ്പൺ ചെയ്യാന്നുള്ളത് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. ചെന്നൈ മാർക്കറ്റിലേക്ക് നമ്മൾ മാറണം എന്നുള്ളത്. കാരണം ഒരുപാട് ഇവിടത്തെക്കാളും സ്കോപ്പുള്ളൊരു മാർക്കറ്റാണ് അത് ഇവൻറ്റിന്. അപ്പോൾ അതിലേക്കൊക്കെ ശരിക്കും നമ്മുടെ ഓണറിൻ്റെ ഒരു ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയാലേ കമ്പനി വളരുള്ളൂ. അല്ലാതെ നമ്മൾ ഓരോ വർക്കും നടക്കുന്നിടത്ത് നമ്മുടെ അറ്റൻഷൻ കൊടുക്കണം, നമ്മളില്ലെങ്കിൽ ഇതൊന്നും ശരിയാവില്ല എന്നൊരു തോട്ട് വന്നു കഴിഞ്ഞെന്നാൽ ഇതൊന്നും നടന്നു പോവില്ല ശരിക്കും. അപ്പം നമ്മൾ നമ്മുടെ ടീമിനെ ട്രസ്റ്റ് ചെയ്യുക, ഫൗണ്ടർ ഈഗോ മാറ്റി വെക്കുക. ആ ഫൗണ്ടർ ഈഗോ എന്നുള്ള വേർഡ് മാത്രം ആലോചിച്ചാൽ മതി. ഫൗണ്ടർ ഈഗോ അതെ, എന്താണ് ഫൗണ്ടർ? ഞാനുണ്ടെങ്കിൽ അതെ 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 കാരണം അത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഞാനുണ്ടെങ്കിലേ എൻ്റെ കമ്പനി പ്രോപ്പറായിട്ട് നടക്കുകയുള്ളൂ, ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും ശരിയാവില്ല. അല്ലെങ്കിൽ നമ്മുടെ ടീമിലുള്ള ഒരാൾ അഭിപ്രായം പറയുമ്പോൾ ഇത്രയും തുടങ്ങാന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാനും എനിക്കറിയാം എന്നുള്ളൊരു ഭാവം ഉണ്ടല്ലോ. അതെ, ചില കാര്യങ്ങളിൽ നമ്മളെക്കാളും മാർക്കറ്റ് അറിയാവുന്നത് നമ്മുടെ സ്റ്റാഫ് ടീമിനായിരിക്കും. അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ ചില നേരങ്ങളിൽ ഓക്കെ ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാം എന്ന് തീരുമാനിക്കാനായിട്ട് ഒരു ഫൗണ്ടറിന് കഴിയണം. അപ്പോഴേ അവരും നമ്മളും തമ്മിലുള്ളൊരു ഇമോഷണൽ കെമിസ്ട്രി അവിടെ പ്രോപ്പർലി വർക്കൗട്ട് ആവുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ ഈ പ്രോപ്പർലി പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞൊരു 3 ഇയർ ആയിട്ടാണ് ഞാനില്ലെങ്കിലും ഫൗണ്ടർ ഈഗോ എന്ന് അതിനെ പറയാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനില്ലെങ്കിലും എന്നെക്കാൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ഒരു ടീം എൻ്റെ പിന്നിലുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസിലേക്ക് ഞാൻ എത്തിയത് അപ്പോഴാണ്. സ്വാഭാവികമായിട്ട് ആ കോൺഫിഡൻസ് ടീമിനും കിട്ടും. മാം ഞങ്ങളിത് ധൈര്യമായിട്ട് ഏൽപ്പിച്ചു, സക്സസ് ആക്കി കാണിക്കണം എന്ന് പറയുന്ന ഒരു ചില ഇവന്റ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട 2-3 കുട്ടികളുണ്ട്. അപ്പോൾ അവർ രാത്രി നമുക്ക് നൈറ്റ് ആണല്ലോ വർക്ക് ഓപ്പൺ ചെയ്ത് ഹാൾ ഓപ്പൺ ചെയ്ത് കിട്ടുന്നത് നൈറ്റാ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് എൻ്റെ ഈ പഴയ സ്വഭാവം പുറത്തു വരും. എന്തായി എവിടെ വരെയായി എന്ന് വെച്ചാൽ നമ്മളൊരു ബഡ്ജറ്റിന് മുകളിലുള്ള ഇവൻ്റൊക്കെ ആവുമ്പോൾ പ്രോപ്പർ ടൈമിനുള്ളിൽ ചെയ്ത് തീരുമോ എന്നൊരു ടെൻഷൻ വരും. അപ്പം ഞാൻ ഈ പഴയ പരിപാടി പുറത്തെടുക്കും. എന്തായി കഴിഞ്ഞോ, ഞാൻ അങ്ങോട്ട് വരണോ? അപ്പോൾ ഇപ്പോൾ ടീമിൽ നിന്ന് കുട്ടികൾ ഇങ്ങോട്ട് നമ്മളോട് പറയും, മാം കിടന്നുറങ്ങിക്കോ, ഇന്ന ടൈമിനുള്ളിൽ ഞങ്ങളത് തീർത്തിരിക്കും. അപ്പോൾ അങ്ങനെ കോൺഫിഡൻസ് ഉള്ളൊരു ടീമിനെ കൂടി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഒരു ഫൗണ്ടർ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഒരു പെർഫെക്റ്റ് ഫൗണ്ടറായിട്ട് മാറുന്നത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇപ്പൊ ഒരു പണിയില്ലാഞ്ഞിട്ടല്ല കേട്ടോ, പണിയില്ലാഞ്ഞിട്ടല്ല, കമ്പനി ഡെലിഗേറ്റ് ആയതാ. അല്ല, അത് വളരെ പോസിറ്റീവ് സൈനാണ്. എൻ്റെയൊക്കെ മനസ്സിലൊരു കാലഘട്ടം വരെ ഓൺട്രപ്രണർ ആയാലും എപ്പോഴും നമുക്ക് ഫോൺ വരണം, നമ്മളിങ്ങനെ എപ്പോഴും 2 ചെവിയിൽ ഫോൺ വെച്ച് നടക്കണം. ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാനും മാറി ചിന്തിച്ചത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 3 വർഷമായിട്ടുണ്ടാവുള്ളൂ, 3-4 വർഷം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരണം. ഇതാണ് ശരിക്കും ഓൺട്രപ്രണർഷിപ്പ് എന്ന് പക്ഷെ നമ്മൾ വേറൊരു തലത്തിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. കമ്പനിയുടെ ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇവന്റ് ഇവിടെ നടക്കുമ്പോൾ ഹൈദരാബാദിൽ അല്ലെങ്കിൽ ചെന്നൈയിൽ പുതിയ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു പെൺകുട്ടി, ഒരു മുസ്ലിം പെൺകുട്ടി കല്യാണത്തിന്
ഒരു ഒരു തരി സ്വർണം പോലും ഇടാതെ വിവാഹത്തിന് ഇറങ്ങിയത്. ഒരു ഇവന്റ് മാനേജ്മെന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട്. ചിലപ്പോൾ പേരൻസ് ആയിരിക്കും, ചിലപ്പോൾ ബ്രൈഡും ഗ്രൂമും ഡയറക്റ്റ് ആയിരിക്കും. അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും അവരുടെ വെഡിങ് എങ്ങനെയാകണമെന്നുള്ള ഒരു ഇതിനെക്കുറിച്ചൊക്കെ. അവിടെയാണ് വളരെ ധൈര്യത്തോടുകൂടി ഒരു പെൺകുട്ടി കണ്ടിരുന്നോ? എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് ഒരു ആഭരണം, ഒരു കമ്മല് പോലും ഇല്ലാതെ എത്ര സുന്ദരിയായിരുന്നു ആ കുട്ടി എന്നുള്ളതാണ്. ആ ഫുൾ സ്ലീവ് സാരിയില് ഭയങ്കര രസമായിരുന്നു അവരെ കാണാൻ. ഓർണമെന്റ്സിനേക്കാൾ ഉപരി അവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ ഓണർ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ പോഷ് മാജിക്കിലെ കഴിഞ്ഞ 10 വർഷങ്ങളുടെ ഒരു യാത്ര എന്ന നിലയിൽ എങ്ങനെ നോക്കി കാണുന്നു? ശരിക്ക് ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഉള്ളൊരു അഡ്വാൻറ്റേജ് ആസ് എ വുമൺ തോന്നിയത്, 10 വർഷം മുന്നേ എനിക്കൊക്കെ ഒരു തീരുമാനം എടുക്കാനും ചില ഇടങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോരാനും നമ്മളെടുത്തൊരു ഫൈറ്റ് ഉണ്ട്. കാരണം ഫൈറ്റ് ചെയ്യാതെ ആ തീരുമാനത്തിലോട്ട് എത്താൻ പറ്റില്ലായിരുന്നു. നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ തുറന്നു പറയാനും നമുക്ക് നമ്മുടെ ഡ്രീമിലേക്ക് എത്താനും ഒക്കെ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി ഇപ്പം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് പാരൻസുമായിട്ടും ബ്രൈഡ് ഗ്രൂം അങ്ങനെയാണ് ഞങ്ങളുടെ ഇൻട്രാക്ഷൻ കൂടുതൽ വരുന്നത്. അന്ന പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഭയങ്കര ക്ലാരിറ്റി ഉള്ള പെൺകുട്ടികളുടെ ഒരു ജനറേഷനാണിത്. കാരണം അവർക്കറിയാം അവർക്ക് എന്ത് വേണം എന്ത് വേണ്ട എന്നുള്ളത്. ആൻഡ് അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിക്കുന്നവരാണ് ഇന്നത്തെ കാലത്ത് 90% പെൺകുട്ടികളും. അപ്പോഴും 10% ഉണ്ട്. ആ റേഷ്യോ ഇപ്പോഴും മാറി നിൽക്കുകയാണ്. പക്ഷെ എന്നാൽ പോലും നമുക്ക് അഭിമാനം തോന്നും. ചില പെൺകുട്ടികളൊക്കെ അവരുടെ ഇഷ്ടങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഓപ്പൺ ആയിട്ടാണ്. പണ്ടൊരു വിവാഹം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ അമ്മാവന്മാരുടെ ഇൻവോൾവ്മെൻറ്റ് വരും, ഫാമിലിയിലെ മുതിർന്ന ആൾക്കാർ, അവരാണ് എല്ലാം തീരുമാനിക്കുന്നത്. ഈവൻ പെൺകുട്ടി ഇടേണ്ട ഡ്രസ്സിൻ്റെ ഷെയ്ഡ് പോലും തീരുമാനിക്കുന്നത് കുടുംബക്കാരാണ് എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മാറി ഇപ്പോഴത്തെ ട്രഡീഷനും കാര്യങ്ങളും ഒക്കെ ഒരുപാട് മാറ്റി വയ്ക്കാതെ, എന്നാൽ അതിലെ കുറേ പഴയ ചിന്തകൾ മാറ്റി വെച്ചുകൊണ്ട് ഭയങ്കര പ്രാക്ടിക്കലായിട്ട് കാര്യങ്ങളെ കാണുന്ന ഈ ഡൗറി അല്ലെങ്കിൽ കൊടുക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ നാട്ടുകാരെ കാണിക്കാനായി നടക്കുന്ന ഒരു ഡ്രാമ എന്ന കോൺസെപ്റ്റിൽ നിന്നൊക്കെ മാറി അവനവൻ്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന പെൺകുട്ടികളെ കാണുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഭയങ്കര പ്രൗഡാണ്. അയ്യോ, ആ അന്ന് ചെയ്ത ഫൈറ്റിൽ നിന്ന് ഇന്ന് ഓരോ ഇയറും കഴിഞ്ഞ് വരുമ്പോൾ എത്ര ചേഞ്ചസ് ആണ് നമ്മുടെ പെൺകുട്ടികൾ അത് നേടിയെടുത്തതാ. ശരിക്കും അത് ആരൊക്കെയോ തുടങ്ങി വെച്ചൊരു റെവല്യൂഷനിൽ നിന്നാണ് ഇന്ന് കുറച്ചു പേർക്കെങ്കിലും ആ ഫ്രീഡത്തിൻ്റെ ഒരു പ്രിവിലേജ് അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലോ എന്നുള്ളതിലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്രയും സ്മാർട്ടായിട്ട് പെൺകുട്ടികൾക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഡിഫറൻസ് കാണുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നും. കഴിഞ്ഞിടയ്ക്ക് തന്നെ ഒരു കുട്ടി, ഞാൻ അവളുടെ പേര് പറയുന്നില്ല, ഭയങ്കര സ്മാർട്ടാണ് ആള്. അപ്പം ആൾ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നതൊക്കെ, അവർ ബ്രൈഡും ഗ്രൂമും. ഇപ്പം നാട്ടിലേക്ക് വെഡ്ഡിങ്ങിനായിട്ട് വന്നിരിക്കുക. അപ്പോൾ അവൾക്ക് അവളുടെ റൈറ്റ് സൈഡിലാണ് ഫോട്ടോ വരുമ്പോൾ ഏറ്റവും ഭംഗി. അപ്പോൾ ഹിന്ദു ട്രഡീഷണൽ വെഡ്ഡിങ് ആണ് അവിടെ. ഈ പറഞ്ഞതുപോലെ റിലീജിയൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരൊക്കെ ഈ ഹിന്ദു വെഡ്ഡിങ് നടക്കുമ്പോൾ ഓരോ കാസ്റ്റിൻ്റെയിലും വരും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവളോട് പറയുന്നുണ്ട് വലത്ത് നിന്ന് കെട്ടണം, ഇടത്ത് നിന്നാണ് കെട്ടേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ കുട്ടി അവിടെ വളരെ സ്റ്റേണായിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും ക്യാഷ്, കാരണം അവളാണെന്ന് തോന്നുന്നു അതിൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ജോലി ചെയ്ത് ഞാൻ ഇത്രയും ക്യാഷൊക്കെ കൊടുത്ത് ഇങ്ങനെ ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എനിക്കതിൻ്റെ ഔട്ട്പുട്ട് നന്നായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ഏത് ഭാഗമാണ് ക്യാമറയ്ക്ക് കൊടുക്കേണ്ടത് എന്നുള്ളത്. അത് ആ കുട്ടി അവിടെ വെച്ച് പറഞ്ഞു. ആ കല്യാണ സ്ഥലത്ത് വെച്ച് അത് പറയാനുള്ള ധൈര്യം കാണിച്ചു എന്നുള്ളതാണ്. അത് കുറച്ച് പേർക്കെങ്കിലും ചിലപ്പോൾ അത് ഓക്വേർഡായി തോന്നിയിരിക്കാം, പക്ഷേ അവളുടെ ഇഷ്ടമാണത്. ചെറുക്കൻ വീട്ടിൽ നിന്ന് വന്ന ചെറുക്കൻ്റെ അമ്മാവന്മാരും അമ്മായിമാരും പറഞ്ഞു, തൻ്റെ വേണ്ട നോക്കിക്കോട്ടോ. അമ്മായിമ്മയോട് പറഞ്ഞു, നിനക്ക് നിലപാടുള്ള പെൺകുട്ടികളെ പൊതുവെ അറഗന്റ് ആയിട്ടാണല്ലോ നമ്മുടെ നാട്ടിൽ കാണുന്നത്. അപ്പോൾ അവളത് ഭയങ്കര ഷാർപ്പായിട്ടാണ് അവളുടെ തീരുമാനം അവിടെ പറഞ്ഞത്. കുറച്ചു പേരുടെയൊക്കെ മുഖം മാറിയെന്നുണ്ടെങ്കിലും നമുക്ക് കണ്ടു നിന്ന നമ്മുടെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് അത് കണക്ട് ചെയ്യാൻ പറ്റി. സന്തോഷം തോന്നി. ശരിയായിട്ടോ. കാരണം പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട്, ഈ കല്യാണത്തിന് ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് ചരക്കെടുക്കാൻ പോവാന്ന് പറയും. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ അങ്ങനെയാണ്, ചരക്കെടുക്കാൻ പോവാ. അപ്പൊ പെങ്കൊച്ച് വണ്ടി കയറിയിട്ടുണ്ടെന്നൊക്കെ രണ്ടാമത്തെ കാര്യം. വീട്ടിലെ കാരണവന്മാരെല്ലാവരും വണ്ടി കയറിയിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, അവിടെ വന്ന് ഇപ്പം ചെറുക്കൻ്റെ വീട്ടിൽ നിന്നാണെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ നിന്നാണെങ്കിലും വന്നിരിക്കുന്ന പേരൻസിന്, അവരുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, ഫസ്റ്റ് കസിൻസ് ആയിരിക്കാം, അമ്മാവന്മാർ അമ്മായിമാർ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന സാരി ഉടുപ്പിച്ച് നോക്കുന്ന മാനിക്യുമാണ് ആ ബ്രൈഡ്.
അല്ലാതെ ആ ബ്രൈഡിന്റെ ഇഷ്ടങ്ങൾ ഒരിക്കലും പലപ്പോഴും നമ്മൾ ഈ പല ടെക്സ്റ്റൈൽ ഷോപ്പുകളിൽ പോയിരിക്കുമ്പോൾ തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ എന്റെ കല്യാണത്തിന് ഭയങ്കര തീരുമാനം എടുത്തതായിരുന്നു. ഞാൻ ആദ്യമേ പോയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാരി എടുത്തു വെച്ചു, ചൂസ് ചെയ്ത് ഞാൻ ആ കടയിൽ എടുത്ത് മാറ്റി വെച്ച് ഇതും 10 വർഷം മുന്നത്തെ കഥ കേട്ടോ. മാറ്റി വെച്ചിട്ട് ഞാൻ ഇപ്പത്തെ ഹസ്ബൻഡ്, അന്നത്തെ ഫിയാൻസി, ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സാരി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വരുമ്പോ അത് ബില്ല് ചെയ്ത് തന്നാ മതി. അതെന്റെ വീട്ടിൽ വലിയ പ്രശ്നമായിരുന്നു. അവനവന് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുത്തു. അതായത് ഞാൻ ഓൾറെഡി പോയി ആ സാരി ചൂസ് ചെയ്ത് വെച്ചു എന്നുള്ളത്. ഓക്കെ, 10 വർഷം മുന്നേ. അപ്പൊ ഞാൻ ചിന്തിച്ചത് ഇത്രയേ ഉള്ളൂ, എല്ലാരെയും കൊണ്ടുപോയിട്ട് അവരുടെ ഇഷ്ടത്തിന് സാരി മേടിച്ചു കൊടുക്കാനല്ലോ ഞാൻ കല്യാണം കഴിക്കുന്നത്. എന്റെ ഇഷ്ടത്തിന് എന്റെ ബിഗ് ഡേ ആണ്. ഞാനത് 10 വർഷം മുന്നേ ചെയ്ത ആളാണ്. അതെ, റെവല്യൂഷന്റെ ഭാഗമാണ്. അപ്പം ഞങ്ങളെപ്പോഴുള്ള കുറച്ച് പേരിക്കാൻ റെവല്യൂഷൻ തുടങ്ങി വെച്ചേക്കും. അതെ, അല്ല അത് വളരെ ഒരു അത് ഏറ്റവും കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ള ആളുകളായിരിക്കും. അതെ അതെ അതെ, കാരണം അവരുടെ തീരുമാനങ്ങളിലും പിന്നെ കുട്ടികളൊക്കെ തനിയെ ഏൺ ചെയ്ത് ഞങ്ങളുടെ ഇഷ്ടത്തിന് നടത്തിക്കോളാം. വീട്ടുകാർ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, വീട്ടുകാർ ചെയ്യുമ്പോഴാണല്ലോ അവരുടെ ഇഷ്ടത്തിനും ബന്ധുക്കളുടെ ഇഷ്ടത്തിനും നിന്ന് കൊടുക്കേണ്ടി വരുന്നത്. ഞങ്ങൾ ഏൺ ചെയ്ത് ഞങ്ങളുടെ കയ്യിൽ എമൗണ്ട് ആകുമ്പോൾ മതി ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കല്യാണം. അപ്പോൾ അവനവൻ്റെ ഇഷ്ടങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും ഒക്കെ ഇത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. പണ്ട് അങ്ങനെയല്ല, നാട്ടു നടപ്പ് എന്താണോ, നാട്ടുരീതി എന്താണോ അതിനാണ് കാശ് മുടക്കുന്നത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, അവനവൻ്റെ ഇഷ്ടം എന്താണോ, അവനവൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ, നല്ലൊരു ചേഞ്ചാണ്. ശരിക്കും അവനവൻ്റെ ഇഷ്ടത്തിന് എല്ലാവർക്കും ഒരു ലൈഫേ ഉള്ളൂ. അത് നമുക്ക് ആഗ്രഹമുള്ളതുപോലെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള അച്ചീവ്മെന്റ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ കോവിഡ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു ട്രെൻഡ് നമ്മുടെ കേരളത്തിൽ വന്നിട്ടുണ്ട്. പുറത്തൊക്കെ ഓൾറെഡി ഉണ്ട്. പണ്ടത്തെ കല്യാണത്തിന് വന്നേക്കുന്ന ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ ചോദിക്കും, അറിയില്ലേ, ആരെന്ന് മനസ്സിലായോ? അപ്പൊ നമ്മളും പറയും, പിന്നെ പോലും അറിയണ്ടാവില്ല. അവിടെ നിന്ന് പക്ഷെ ഇന്ന് ആ കല്യാണം, നമ്മുടെ ഏറ്റവും വലിയ മൊമെന്റ്, സാക്ഷിയാകാനെന്ന് നിന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന വളരെ കുറച്ച് പേര്, 50, 60, 100 പേരുണ്ടാവുള്ളൂ. അവരിലേക്ക് ആ ഒരു മൊമെന്റിനെ മാറ്റാനായിട്ട് ഇന്നത്തെ കുട്ടികൾ ഭയങ്കര ശ്രമിക്കുന്നുണ്ടല്ലേ? അതെ, കാരണം എനിക്ക് തോന്നുന്നു ഈ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്ങിൻ്റെ കാലഘട്ടം വന്നപ്പോൾ ഇവൻറ്റുകാർക്കും എൻ്റർടൈൻമെൻറ്റ് ടീമിനും ഒക്കെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. കാരണം ഇനി ഇവൻറ്റുകാരുടെ മാർക്കറ്റ് കുറയുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ അങ്ങനെയല്ല, കാലക്രമേണ അത് മുന്നോട്ട് പോയപ്പോൾ, കോവിഡിൻ്റെ ടൈമിലേ അങ്ങനെ ഒരു ചലഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. മുന്നോട്ട് പോയപ്പോൾ അതിൻ്റെ ഭാഗമായി പുതിയ എസ്തെറ്റിക്കും പുതിയ പുതിയ ട്രെൻഡുകളും വന്നതോടുകൂടി ഇവൻറ്റുകാർക്ക് ആ ചലഞ്ച് മാറിക്കിട്ടി. അപ്പോൾ ഇവൻറ്റുകാരെ സംബന്ധിച്ചിടത്തോളം അതിന് വലിയ മാറ്റങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് വന്നതുകൊണ്ട് ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്നില്ല. കാരണം വരുന്ന ആൾക്കാരിലേ കോംപ്രമൈസ് ചെയ്യുന്നുള്ളൂ. ഡെക്കോറിൽ ഈ പറയുന്ന ബ്രൈഡും ഗ്രൂമും ഒന്നും അവരുടെ ഫ്രെയിമുകളും അവരുടെ ഫോട്ടോ ബൂത്തും, ഇപ്പോൾ സ്റ്റേജിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആണ് ഫോട്ടോ ബൂത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടി വരിക ചെയ്തത്. അപ്പോൾ നമ്മൾ ഫീൽഡിൽ നിൽക്കുന്നവർക്കും ഇവൻറ്റ് മാനേജ്മെൻറ്റിന് ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ടെന്നും ഇത്രയും എസ്തെറ്റിക് ആയിട്ടൊരു വെഡ്ഡിങ്ങിനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു കൺവേർഷനിലോട്ട് നമുക്ക് മാറാൻ പറ്റിയത് ഈ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ് വന്നതിൽ പിന്നെയാണ്. ഇപ്പം നമ്മൾ ഫോട്ടോകൾ കാണുന്നില്ലേ, ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് വളരെ കുറച്ച് പേര്, 150 പേരൊക്കെയുള്ള വെഡ്ഡിങ് ഭയങ്കര ക്യൂട്ട്നെസ്സാണ്. പണ്ടത്തത് എന്തോരം അലങ്കാരപ്പണികളുണ്ട് എന്നായിരുന്നു ചോദിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ വെഡ്ഡിങ് ഒക്കെ മിനിമലി ക്യൂട്ടായിട്ട് എന്നാൽ അത്യാവശ്യം പാക്കേജുള്ള വെഡ്ഡിങ്ങുകളാണത്. നമുക്ക് കാണുമ്പോൾ കുറച്ചേ ഉള്ളൂ, മിനിമൽ ആണെന്ന് തോന്നുന്നെങ്കിലും അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ പ്രോപ്പർട്ടിയും ഓരോ മെറ്റീരിയലും എല്ലാം അത്യാവശ്യം എമൗണ്ട് ആവുന്നതാണ്. അതിന് ചെലവഴിക്കാൻ മടിയില്ല. പക്ഷെ ആൾക്കാരുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ അല്ലേ? ഒരുപാട് പേരെ സാക്ഷി നിർത്തി കല്യാണം കഴിക്കുന്നതിനേക്കാളും നമ്മൾ ആ കല്യാണം കഴിച്ച് പുതിയ ജീവിതത്തിലേക്ക് പോകുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന കുറച്ച് പേരെ ചേർത്ത് നിർത്തി കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നത്, ആരെയും ബോധിപ്പിക്കാതെ, ഇഷ്ടമല്ലാത്തവര് വരാതെ. ശരിയാ. അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട് കുറച്ച് ക്രൗഡിൽ, അല്ലെങ്കിൽ നമ്മൾ ശരിക്കും രക്ഷപ്പെടണം, നന്നായി വരണം എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ക്രൗഡിന്റെ ഇടയ്ക്ക് വെച്ച് നടക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. യെസ്, ലൈഫിൽ ഒരുപാട് കൈച്ചിറക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ 10 വർഷം. അതിൽ ഏറ്റവും ആദ്യത്തെ തീരുമാനമായിരുന്നു 22ാമത്തെ വയസ്സിലെടുത്ത പോഷ്മാജിക്ക. അതെടുക്കാനുള്ള തീരുമാനം ഫൈനാൻഷ്യൽ ആയിട്ടുള്ള ഫ്രീഡം ആയിരുന്നു. ആ ഫ്രീഡത്തെ എങ്ങനെ നോക്കിക്കാണുന്നു ഇപ്പോൾ? ഫൈനാൻഷ്യൽ ഫ്രീഡം എന്ന വേർഡിനെ ഞാൻ നോക്കിക്കാണുന്നത്, ആസ് എ വുമൺ, ആരുടെയും പെർമിഷൻ ഇല്ലാതെ നമുക്കിഷ്ടമല്ലാത്ത മനുഷ്യരിൽ നിന്നും നമുക്കിഷ്ടമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ഇറങ്ങിപ്പോരാനുള്ള പവർ തരുന്ന ഒന്നാണ് മണി. അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ചിന്തിക്കേണ്ട. നമുക്ക് കംഫർട്ട് അല്ലാത്ത, നമ്മൾ ആഗ്രഹിക്കാത്തൊരു ജീവിതമാണ് നമുക്ക് ഓഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോരാം. അത് പ്രൊഫഷണലി, അതെ, നോ പറയാൻ പറ്റും.
ശക്തിയായിട്ട് പവർഫുള്ളി നോ പറയണം എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എല്ലാ രീതിയിലും. അത് പ്രൊഫഷണലി വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ഒരു ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ എൻ്റെ ഒരു ചോയ്സസ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതിലെനിക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരരുത്. അല്ലെങ്കിൽ ആരുടെയും മുന്നിൽ പോയി ഒരു വർക്കിന് വേണ്ടി ചിരിച്ചോണ്ട് ഇഷ്ടമല്ലാത്തടത്തും ചിരിച്ചോണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞെന്നാൽ ലൈഫ് ഒന്നും കൂടെ ഭയങ്കര സ്ട്രെസ്ഡ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇഷ്ടമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഒക്കെ മാറി നിൽക്കണം എന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പവർ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കോടികൾ അക്കൗണ്ടിൽ ഉണ്ടാവുക എന്നതിലുപരി എനിക്കെതിരായ സാഹചര്യങ്ങളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എനിക്ക് ഇറങ്ങിപ്പോരാനുള്ള പവർ എൻ്റെ കയ്യിൽ എന്താണോ അല്ലെങ്കിൽ എനിക്കത് എങ്ങനെ എടുക്കാൻ പറ്റുന്നോ അതിന് ഞാൻ യൂസ് ചെയ്യുന്ന വെപ്പണാണ് മണി. അടിപൊളി. ഞങ്ങൾ ഈ സംരംഭത്തിൽ ഇപ്പോൾ ഒരുപാട് സ്കീമുകൾ, സംരംഭത്തിൻ്റെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അതിനകത്ത് ഒരുപാട് ലേഡീസിന് ബിസിനസ് തുടങ്ങാനുള്ള സ്കീം, അല്ലെങ്കിൽ ക്ലൗഡ് കിച്ചൺ തുടങ്ങാൻ ലേഡീസിനെ സഹായിക്കുന്ന ഒരു പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഒരുപാട് കണ്ടന്റുകൾ ഇടുന്നുണ്ട്. അത് കുറേ പേര് ഷെയർ ചെയ്യുന്നുണ്ട്, കുറേ പേര് ലൈക്ക് ചെയ്യുന്നുണ്ട്. മോർ ദാൻ ദാറ്റ് ഇതെങ്ങനെ തുടങ്ങാമെന്ന് ചോദിച്ച് ഒരുപാട് പെൺകുട്ടികൾ വിളിക്കുന്നുണ്ട്, ഫോണിൽ വിളിക്കും. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്ന നമ്പർ, അവിടെ നിന്ന് ഫോൺ ബെല്ലടിക്കുകയാണെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നത് ചിലപ്പോൾ ഞാനായിരിക്കും, ചിലപ്പോൾ രംഗു ആയിരിക്കും, ചിലപ്പോൾ സ്റ്റാഫായിരിക്കും. പക്ഷേ വിളിക്കുന്ന കൂടുതലും പെൺകുട്ടികളാണ്. അവർക്ക് എങ്ങനെ തുടങ്ങാം, അവർക്ക് എവിടെ നിന്നാണ് ലോൺ കിട്ടുന്നത്, അവർക്ക് തുടങ്ങിയാൽ വിജയിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സാണ്. ഇത് പുരുഷന്മാരെയൊക്കെ കൂടുതൽ ഇന്ന് ഓൺട്രപ്രണർഷിപ്പിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളാണ്. അത്രയും എനിക്കൊന്ന് കുറേ പേരൊക്കെ മറ്റുള്ളവരുടെ ജീവിതം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുകയാണല്ലോ എന്നുള്ള വേദന കൊണ്ടായിരിക്കാം. അങ്ങനെ പല പല റീസൺസ് ആണ്. ഒരു ഓൺട്രപ്രണർ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വുമണിനോട് അഖിലേക്ക് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഇത് ഓരോരുത്തരുടെയും സിറ്റുവേഷൻ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളൊരു കാര്യം, ഗ്രാജ്വൽ ഗ്രോത്താണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്കിനി അല്ലാതെ പെട്ടെന്ന് വളരാനുള്ള സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പുള്ളൊരു ഹാൻഡ് നിങ്ങളുടെ പിന്നിലുണ്ടെങ്കിൽ ഓക്കെ, വലിയ റിസ്ക് ഒന്നും എടുക്കാതെ. പക്ഷേ ഒരു കാര്യം തുടങ്ങുമ്പോൾ അത് മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമുക്കും അറിയുന്നത് ഇതെന്നെക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ. നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ തുടക്കമായിരിക്കുമല്ലോ അത്. അപ്പം നമ്മുടെ ഒരു ടേസ്റ്റുമായിട്ടും നമ്മുടെ ഒരു എഫേർട്ടുമായിട്ടും നമ്മുടെ ഒരു ഡെഡിക്കേഷനുമായിട്ടും നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖല മാച്ച് ആകുമോ എന്നറിയാനായിട്ട് നമുക്ക് തന്നെ ഒരു ടൈം കൊടുക്കണം. ഇപ്പം എനിക്ക് ആദ്യത്തെ 1 ഇയർ തോന്നുമായിരുന്നു. ആദ്യത്തെ ഒരു 2 വർക്കാണ് ടോട്ടലി 10 ഇയറിനിടയ്ക്ക് നമ്മുടെ ഫ്ലോപ്പായിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം ഫ്ലോപ്പായപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നെക്കൊണ്ട് ഇത് പറ്റാത്ത ഫീൽഡാണോ എന്ന്. പക്ഷേ ആ 1 ഇയർ കൊണ്ടാണ്, ആദ്യത്തെ 1 ഇയർ കൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനുമായിട്ട് ജെല്ലായി വന്നതും ഈ പ്രൊഫഷന് അടുത്ത 10 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്കുള്ള വിഷനും ഗോളും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത് ആ 1 ഇയർ നമ്മൾ ജെല്ലാവാനുള്ള ടൈം കൊടുത്തതിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ടൈം കൊടുക്കുക ആദ്യം. ഇപ്പോൾ പുതിയതായിട്ടൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ ആ പ്രൊഫഷനുമായിട്ട് ജെല്ലാകുമോ എന്ന് അറിയാനായിട്ട് ടൈം കൊടുക്കുക. അതിന് മുന്നേ ഒരു വലിയ ലോണോ ഇൻവെസ്റ്റ്മെൻറ്റോ ഒന്നും എടുത്ത് വെക്കരുത് എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ ചുറ്റും പലരുടെയും വീഴ്ചകൾ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ നിന്നും എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാൻ ശരിക്കൊരു 10 ഇയർ നമ്മുടെ ഒരു കമ്പനി 10 ഇയർ ആയപ്പോഴാണ് നമ്മൾ പല മുതിർന്ന ആൾക്കാരിൽ നിന്ന് ഒപ്പീനിയനൊക്കെ എടുത്തപ്പോൾ ശരിക്കൊരു കമ്പനി പ്രോപ്പറായിട്ട് അടുത്തടുത്ത ഗ്രോത്ത് സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റർ ഫോമാറ്റിലോട്ടൊക്കെ പോകണം. 10 വർഷം എടുത്തു നമ്മളെ തന്നെ അറിയാനും നമ്മുടെ വിഷനിലേക്ക് എത്താനായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്തുനിന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ വീഴ്ചകളാണ് വരാൻ പാടില്ലാത്തത്, ഏതൊക്കെ കൈൻഡ് ഓഫ് മനുഷ്യരെയാണ് മാറ്റി നിർത്തേണ്ടത്, ആരെയൊക്കെയാണ് കൂടെ നിർത്തേണ്ടത്. അപ്പോൾ ഈ തിരിച്ചറിവുകളൊക്കെ നമുക്ക് വരാനായിട്ട് ഗ്രാജുവലി പറ്റുള്ളൂ. ഓരോ അനുഭവങ്ങളിൽ നിന്നും ഓരോ മനുഷ്യരിൽ നിന്നും നമ്മൾ ലേണിങ്ങും അൺലേണിങ്ങും ആണിത് മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അതിനുള്ളൊരു ടൈം നമ്മൾ കൊടുക്കണം നമുക്ക് തന്നെ. ഇപ്പം വേറൊരാൾ പെട്ടെന്നൊരു കമ്പനി തുടങ്ങി അല്ലെങ്കിൽ അത് കോടികൾ സമ്പാദിച്ചു, അവർ നാളെ ലക്ഷറി കാറിൽ പോകുന്നു അല്ലെങ്കിൽ ലക്ഷറി ഫ്ലാറ്റ് വാങ്ങുന്നു, അപ്പോൾ എനിക്കും പെട്ടെന്ന് അങ്ങനെ ആവണം എന്ന് പറഞ്ഞൊരു ബേർഡൻ എടുത്ത് ഒരിക്കലും നമ്മൾ തലയിൽ വെക്കരുത്. പറഞ്ഞല്ലോ, കോൺഫിഡൻ്റ് ആയിട്ടുള്ളൊരു ഹാൻഡ് നിങ്ങളുടെ പുറകിലുണ്ട്. യാതൊരു ബാധ്യതകളും വരുത്താതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനൊരു ഫാമിലി ഉണ്ടെങ്കിൽ ആ സ്റ്റാൻഡ് നിങ്ങൾ എടുത്തോളൂ. അപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യുന്ന പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം കാൽക്കുലേറ്റഡ് റിസ്ക് എന്ന് പറയും അതിന്. അങ്ങനെ കാൽക്കുലേഷനിലുള്ള റിസ്കുകളെ നിങ്ങൾ തുടക്കത്തിൽ എടുക്കാവുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര വീഴ്ചയിലായിപ്പോവും. അപ്പോൾ ഒന്ന് തുടങ്ങി നോക്കുക, പതിയെ മുന്നോട്ട് പോയി നോക്കുക. ഗ്രാജുവലി നമ്മുടെ പോരായ്മകൾ നമ്മൾ തന്നെ തിരിച്ചറിയുക, എന്തൊക്കെ ഡെവലപ്മെൻറ്റ് വരുത്തണം എന്ന് നമ്മൾ അറിയുക, നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് ഇതിൽ ഇനിഷ്യലി വേണ്ടത്. അപ്പോൾ അതൊക്കെ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ വലിയൊരു റിസ്ക് എടുക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് പോവുക. ഞാനിപ്പോൾ 10 വർഷത്തിന് ശേഷവും എനിക്ക് തോന്നുന്നു
നമ്മൾ 10 ഇയർ കൊണ്ടെത്തിയ പലയിടങ്ങളും 3 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്തവരുണ്ട്. അത് അവരുടെ കഴിവാണ്. പക്ഷെ അത് കണ്ട് ഞാൻ റിസ്ക് എടുത്തിട്ട് കാര്യമില്ല. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം രാത്രി നന്നായി ഉറങ്ങാൻ പറ്റിയാലേ എനിക്ക് പകൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ അറിയാമെന്നുള്ളതാ. മറ്റു ചിലർക്ക് അങ്ങനെ ആയിരിക്കില്ല. അവർക്ക് രാത്രിയും പകലും ഉറക്കമില്ലെങ്കിലും. എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അവനെ സംബന്ധിച്ചിടത്തോളം അവനെപ്പോഴും പ്രശ്നങ്ങൾ വേണം. ആ പ്രശ്നങ്ങളിൽ നിന്നാലേ അവൻ്റെ എനർജിയുടെ 100 അവനെ എടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ എനിക്കങ്ങനെയല്ല. ഹി ഓൾവേസ് നീഡ് പ്രോബ്ലംസ്, എങ്കിലേ അവന് എനർജറ്റിക് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. എനിക്ക് സമാധാനമായിട്ടിരുന്നാലേ എൻ്റെ അടുത്തടുത്ത കാര്യങ്ങളിലേക്കും ഓരോരോ ഘട്ടങ്ങളിലേക്കും എനിക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ബ്രദറിനോട് പറഞ്ഞ പോലെയാണല്ലോ, ചേട്ടാ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് സമാധാനമായിട്ടിരിക്കണം. അപ്പോൾ ബ്രദർ പറഞ്ഞു, നിനക്കും രംഗുവിനും പറ്റില്ലടി, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാക്കുക, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുക. അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ലൈഫ് എപ്പോഴും ഹാപ്പണിങ് ആക്കി കൊണ്ടുപോകണമല്ലോ. അത് ആ ഹാപ്പണിങ് എങ്ങനെ വേണം എന്ന് തീരുമാനിക്കാം. ഇപ്പം അന്നയ്ക്ക് ചിലപ്പോൾ അങ്ങനെ ഹാപ്പണിങ് ആവുന്നതായിരിക്കും ഇഷ്ടം. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് രാത്രി കിടന്നുകൊണ്ട് ഉറങ്ങണം, പകൽ പ്രോപ്പർ ടൈമിൽ വർക്ക് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഉറക്കം പോകുന്നത് നമ്മുടെ വർക്കിന് വേണ്ടിയിട്ടായിരിക്കണം. അപ്പം അങ്ങനെ ബാലൻസ്ഡ് ആയിട്ട് പോയുള്ളൊരു ഗ്രാജുവൽ ഗ്രോത്താണ് എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ 10 ഇയർ എടുത്തത്. ഞാൻ ആഗ്രഹിക്കുന്ന വിഷൻ ഞാൻ 10 ഇയർ കൊണ്ട് അച്ചീവ് ചെയ്തു എന്ന് എനിക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റും. വലിയൊരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അച്ഛന് വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെയുണ്ട്. അഖിലയെ കാണുമ്പോൾ തന്നെ ആളുകളൊക്കെ ചോദിക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അഖിലയെ പരിചയപ്പെടുത്തിയപ്പോൾ അച്ഛനെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം ചോദിച്ചു, മോളെന്തിനാ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത് എന്ന് ഒരു ചോദ്യം ഉണ്ടായി. അച്ഛൻ്റെ കൂടെ കൂടിയാൽ പോരെ. പക്ഷെ അവിടുന്ന് സ്വന്തം തീരുമാനങ്ങൾ എടുത്തിട്ടാണ് സ്വന്തമായൊരു ബ്രാൻഡ് ഉണ്ടാക്കണം, തുടർക്കഥയാകാതെ സ്വന്തമായൊരു കഥ രചിക്കണം എന്നൊക്കെയുള്ളൊരു ആശയത്തിന് പുറത്തിറങ്ങി വരുന്നത്. എന്നാലും അച്ഛനിൽ നിന്ന് എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ ജീവിതത്തിൽ ഉൾപ്പെടുത്തി, ബിസിനസിന്റെ യാത്രയിൽ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യണ്ട എന്ന് എന്തൊക്കെയാണ് അച്ഛനിൽ കണ്ടു പഠിച്ചത്? ഞങ്ങൾ രണ്ടുപേരും 2 രീതിയിൽ ബിസിനസ്സിനെ കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. പക്ഷേ എന്നാൽ പോലും എൻ്റെ ഒരു ഘട്ടത്തിൽ എനിക്ക് അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ ചൈൽഡ്ഹുഡ് തൊട്ടിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്താൽ കൈയടിക്കുന്ന ഒരേ ഒരാൾ അച്ഛൻ മാത്രമായിരുന്നു. പിന്നെ ഞങ്ങളത് ബിസിനസ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളും നിലപാടുകളും ഒക്കെ, ഇപ്പോൾ ഞാനും വലുതായാണല്ലോ വരുന്നത്. അപ്പോൾ എനിക്ക് എൻ്റേതായ നിലപാടുകളും തീരുമാനങ്ങളും ചിലതിനോട് യോജിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളും ഒക്കെ വന്നപ്പോൾ നമുക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി നമ്മൾ മെർജ് ആയി കഴിഞ്ഞെന്നാൽ ഒരൊറ്റ ബിസിനസ്സിൽ നമ്മളെല്ലാവരും കൂടി നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നി. മാത്രമല്ല എനിക്ക് ഇൻഡിപെൻഡൻ്റ്ലി ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്തതിനോടാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് തോന്നുന്നു കൂടെ നിൽക്കുന്ന മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് വർഷം നമ്മുടെ കൂടെ നിൽക്കുന്ന ടീം നമ്മുടെ കൂടെ തന്നെ നിൽക്കുക, എന്ത് പ്രശ്നം വന്നാലും അവർ നമ്മളെ ഇട്ടിട്ട് പോവാതിരിക്കുന്ന രീതിയിൽ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു ഫൗണ്ടറിൻ്റെ കഴിവ് തന്നെയാണ്. ആ ഒരു കാര്യം ഞാൻ കണ്ടുപിടിച്ചത് ടാലന്റ് അവിടെ നിന്ന് തന്നെയാണ് കണ്ടുപിടിച്ചത്. എന്തായാലും നമ്മുടെ ബിഗിനിങ് അവിടെ നിന്ന് തന്നെയാണല്ലോ. നമുക്ക് കണ്ടുപിടിക്കാൻ എന്തൊക്കെയോ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് നമുക്കും ഓട്ടോമാറ്റിക്കലി എനിക്ക് ഇതിലോട്ട് വന്നാൽ മതി എന്ന് തോന്നിയത്. അപ്പോൾ നമ്മൾ ചെറുപ്പം മുതൽ അവരെയാണല്ലോ കാണുന്നത്. അതെ 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 അതെ. ഇനി മുന്നോട്ട് ഒരുപാട് യാത്രയുണ്ട് അല്ലേ? ഈ യാത്രയിൽ എന്താണ് സ്വപ്നം കാണുന്നത്? എന്താണ് പോഷ് മാജിക്കയുടെ ഫ്യൂച്ചർ? പോഷ് മാജിക്ക ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു കൃത്യമായി ഈ ബ്രാൻഡ് തുടങ്ങി ഒരു 1 ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് കൃത്യമായിട്ടൊരു വിഷൻ ഉണ്ട്. ആദ്യം തുടക്കം ഇതിൽ നിന്ന് ലാഭം ഉണ്ടാക്കാം എന്നാണ് ചിന്തിച്ചിരുന്നതെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കമ്പനി ഒരിക്കലും ബ്രാൻഡ് ആവില്ല. നമുക്ക് പ്രോപ്പറായിട്ടൊരു വിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതൊരു ബ്രാൻഡായിട്ട് മാറുന്നുള്ളൂ. അപ്പോൾ ആ 10 ഇയറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്തിരുന്ന വിഷൻ്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് എങ്ങനെ മുന്നോട്ട് പോവാം. പിന്നെ ഈ പറഞ്ഞ പോലെ ചെന്നൈയിൽ ഓപ്പൺ ചെയ്തത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മൈൽ സ്റ്റോൺ ആയിരുന്നു. അപ്പോൾ ഇനി അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് പോഷ് മാജിക്കെ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അതെ, ഇത് ഭയങ്കര കോമ്പീറ്റിംഗ് ആയൊരു ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ ഞാനില്ലെങ്കിലും വളരെ ഭംഗിയായിട്ട് എന്നെക്കാൾ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നൊരു ടീം എനിക്കുണ്ട്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അടുത്ത മറ്റൊരു സ്റ്റെപ്പിലേക്കായിരിക്കും പോകുന്നത്. പറയണ്ട, ഈ വില കിട്ടിയാലോ, പേടിയാണ്. എനിവേ, ഒരു സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ ഇപ്പോൾ വന്നിരിക്കുന്ന എല്ലാവരോടും ചോദിക്കാറുണ്ട് ലൈഫിലൊരു പ്രൗഡ് മൊമെൻറ്റ്. 10 വർഷം കൊണ്ട് ലൈഫിൽ നേടിയെടുത്ത ഏറ്റവും പ്രൗഡ് മൊമെൻറ്റ് എന്തായിരിക്കാം? പോഷ് മാജിക്ക എന്ന ബ്രാൻഡ് തന്നെയാണ്. കാരണം എന്നെ എന്തായിട്ട് ആൾക്കാർ എല്ലാം അറിയപ്പെടണം എന്നൊരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരാളാണ് ഞാൻ.
ഞാൻ ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായൊരു ഉത്തരവും അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് പറയാനുണ്ടാവണം എന്നതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇന്നയാളുടെ മകള്, ഇന്നയാളുടെ ഭാര്യ, അതെ, ഇന്നയാളുടെ സിസ്റ്റർ, അതെ എന്നൊന്നും പറയാതെ ഇന്ന് ഞാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞെന്നാൽ ഒരു ഓൺട്രപ്രൂണർ ആണെന്ന് പറയുന്ന മനുഷ്യരുണ്ട്, അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് പോഷ് മാജിക്ക എന്നൊരു ഐഡൻറ്റിറ്റിയിൽ എന്നെ കേൾക്കുമ്പോൾ ഞാൻ ഒരുപാട് പ്രൗഡാണ്. കാരണം അത് വെറുതെ ആരെങ്കിലും ഒരു സ്പൂൺ ഫീഡ് ചെയ്ത് നമ്മുടെ കയ്യിൽ വെച്ച് തന്നതല്ല. നമ്മുടെ ഉറക്കമില്ലാത്ത രാത്രികളും നമ്മുടെ ഹാർഡ് വർക്കും നമ്മുടെ വിഷനുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴുള്ള സ്ട്രഗിളും ഇതെല്ലാം ചേർന്ന് 10 വർഷം ഒരു ബ്രാൻഡിനെ മെയിൻറ്റെയിൻ ചെയ്ത് ഓരോ പടി ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതും ഇത്രയും മനുഷ്യരിലേക്കും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്ലയൻസിലേക്കും ഒക്കെ നമ്മുടെ ബ്രാൻഡിന് ചെന്നെത്താൻ പറ്റി എന്നുള്ളത് ഒരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രൗഡ് മൊമെൻ്റ് ഏതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷ് മാജിക്ക എന്ന ബ്രാൻഡ് തുടങ്ങാനെടുത്ത തീരുമാനവും അതിനെ 10 വർഷം അഭിമാനത്തോടെ വളരെ റെപ്യൂട്ടഡ് ആയൊരു കമ്പനിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതിലുള്ള അതിയായ സന്തോഷവും തന്നെയാണ് എൻ്റെ ലൈഫിലെ പ്രൗഡ് ഫാക്ടർ. ഞാൻ പറയും അഖിലയുടെ ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ആ 22 വയസ്സിൽ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ചോദിക്കട്ടെ അഖില, ഒരുപാട് പേര് ഇപ്പം അഖില ഗിവപ്പ് ചെയ്യാതെ നിന്നു. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഗിവപ്പ് ചെയ്യാതെ നിന്നുകൊണ്ടാണ് പോഷ് മാജിക്ക ഒരു ബ്രാൻഡ് ആകുന്നതും പോഷ് മാജിക്കയുടെ ഫൗണ്ടറായിട്ട് ഒരു ഓൺട്രപ്രണറായിട്ട് അഖില അറിയപ്പെടുന്നതും. പക്ഷെ പലപ്പോഴും ഈ പെൺകുട്ടികളല്ല ഓൺട്രപ്രണേഴ്സിന് ഒരു ഘട്ടം എത്തുമ്പോൾ ഗിവപ്പ് ചെയ്യാം എന്നുള്ളൊരു ഇത് വരും. അവരുദ്ദേശിച്ച പോലെ അവർ ബ്രാൻഡാവില്ല, അവരുടെ ഒരു സ്ഥാപനം ബ്രാൻഡാവില്ല, പറയുന്ന പോലെ കച്ചവടം നടക്കില്ല, അവരുടെ ഒരു വിഷൻസ് നടക്കാതെ വരും. ചിലപ്പോൾ 5 വർഷം കൊണ്ടായിരിക്കും അവർ ഒരു ഫെഡപ്പ് ആയി പോകുന്നത്. ഒരു 5 വർഷം കൊണ്ട് വെയിറ്റ് ചെയ്താൽ സക്സസ് ആവുകയും ചെയ്യാം. പക്ഷെ ഈ 5 വർഷം കൊണ്ട് പലപ്പോഴും പലരും ഗിവപ്പ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ ഒരു എക്സ്പീരിയൻസ് എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓൺട്രപ്രണർഷിപ്പ് എന്നുള്ളൊരു വഴി നിങ്ങൾ തിരഞ്ഞെടുത്താൽ നിങ്ങൾ ആദ്യം മാറ്റി വെക്കേണ്ടത് തോൽക്കാനുള്ള പേടിയാണ്. കാരണം അന്നയ്ക്ക് അറിയാൻ പറ്റും, നമ്മളൊരു ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തോക്കുന്ന മൊമെൻറ്റുകളായിരിക്കും ഏറ്റവും കൂടുതൽ. അപ്പോൾ ഫെയിലിയറിനെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ അച്ചീവ്മെൻറ്റ് നമ്മുടെ റീലിൽ കൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ കാണിക്കുന്നത് 20 വീഴ്ച വീണിട്ട് 21ാമത്തെ അച്ചീവ്മെൻറ്റ് മാത്രമായിരിക്കും നമ്മൾ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ തോൽക്കാനുള്ള പേടി നമ്മളിൽ നിന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. വീണോട്ടെ, നമ്മൾ ട്രൈ ചെയ്തിട്ടല്ലേ വീഴുന്നത്. നമ്മളൊരു കംഫർട്ട് സോണിലിരുന്ന് ആരുടെയെങ്കിലും ഒക്കെ ചിലവിൽ അങ്ങനെ ജീവിക്കാം എന്നല്ലല്ലോ നമ്മൾ തീരുമാനിച്ചത്. നമ്മൾ ഗ്രൗണ്ടിൽ ഇറങ്ങി വർക്ക് ചെയ്യാമെന്ന് തീരുമാനിച്ചു. നമ്മുടെ ഡ്രീമിന് വേണ്ടി നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചിരിക്കുമ്പോൾ വീണോന്ന് വരും. ഒറ്റയ്ക്കല്ലേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ വീണെന്ന് വരും. വീഴുന്നെടുത്തുനിന്ന് എത്ര ഭംഗിയായി നമ്മൾ എണീറ്റ് വരുന്നു അല്ലെങ്കിൽ ആര് മുന്നിലെത്തുന്നു എന്നുള്ളതിലാണ് കാര്യം, അല്ലാതെ വീഴുന്നതൊരു തെറ്റൊന്നുമല്ല. അപ്പോൾ ആ വീഴ്ചയെ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഓൺട്രപ്രണർ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതും ആദ്യം എടുക്കേണ്ട ആക്ഷനും എനിക്ക് തോന്നുന്നു. 10 വർഷത്തെ എക്സ്പീരിയൻസ് അല്ലേ? അതെ, എന്താ പറയണേ, ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഒരു 10-25 കൊല്ലം ബിസിനസ് ഒക്കെ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ സംസാരിക്കുന്ന പോലെ വളരെ ക്ലാരിറ്റി ഉള്ളൊരു. അതെ, അല്ല എന്നോട് ചിലർ പറയാറുണ്ട്, നിങ്ങൾക്കൊക്കെ ഒന്നും നോക്കണ്ടല്ലോ, ഇനി അത്യാവശ്യം സെറ്റിലായില്ലേ ഈ ഏജിൽ തന്നെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നില്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പുറകിൽ നമ്മൾ എടുക്കുന്ന എഫേർട്ട് ഇവർ കാണുന്നില്ല. ഇപ്പോൾ ഒരു ഓൺട്രപ്രണർ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും നമ്മുടെ വീഴ്ചകൾ മറ്റൊരാളോട് പറയുന്നത് പോലും നമ്മൾ ശ്രദ്ധിച്ച് വേണം. കാരണം ചുറ്റും നിൽക്കുന്ന മനുഷ്യരെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലാണ് പലപ്പോഴും പല വീഴ്ചകളും പല ബ്രാൻഡിനും ഉണ്ടാവുന്നത്, പലരെയും വിശ്വസിക്കുന്നതുകൊണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്ന ടേബിൾ ഭയങ്കര ശ്രദ്ധിച്ച് നമ്മൾ തിരഞ്ഞെടുക്കുക. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മനുഷ്യർ അല്ലെങ്കിൽ നമ്മൾ ട്രസ്റ്റ് വർത്തിയാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂട്ടുന്ന മനുഷ്യരായിരിക്കും പല തകർച്ചകൾക്കും കാരണമാവുന്നത്. പക്ഷെ അത് നമ്മൾ എങ്ങനെ അറിയും അഖില? ഇപ്പം അഖിലയുടെ കൂടെ ട്രസ്റ്റ്, ഇപ്പം അഖില പറഞ്ഞു ഞാൻ ട്രസ്റ്റായിട്ട് ഡെലിഗേറ്റ് ചെയ്യും. അപ്പം നമുക്ക് ഈ ട്രസ്റ്റ് എങ്ങനെ ഉണ്ടാകും? നമ്മളിപ്പം ഡെലിഗേറ്റ് ചെയ്യുന്നു, നമ്മൾ വിശ്വസിച്ച് തന്നെയാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓക്കെ ഞാൻ അവനോട് റോസാപ്പൂ വെക്കാൻ പറഞ്ഞു, അവൻ ചെമ്പരത്തിപ്പൂ വെക്കുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ നമ്മൾ ഡെലിഗേറ്റ് ചെയ്യുന്നത്. ഞാൻ അവനോട് റോസാപ്പൂ വെക്കാൻ പറഞ്ഞാൽ അവൻ ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള റോസാപ്പൂ വെക്കുമെന്നുള്ള ട്രസ്റ്റിലാണ് നമ്മളത് ഏൽപ്പിക്കുന്നത്. ഈ ട്രസ്റ്റ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? ഇത് ഒറ്റയടിക്ക് നമുക്ക് അറിയാൻ സാധിക്കില്ല. കാരണം നമ്മളൊക്കെ നോർമൽ ഹ്യൂമൻ ബീങ് ആണല്ലോ, സൂപ്പർ നാച്ചുറൽ പവറുള്ള മനുഷ്യരൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർ കണ്ടിട്ടുണ്ടോ, മുന്നോട്ട് പോകുമ്പോൾ നമുക്കൊരു ബാഡ് വൈബ്രേഷൻ കിട്ടിയാലും
എന്നാലും ഒന്നും കൂടെ ട്രൈ ചെയ്യാം, നോക്കാം എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കുറേ കാലം അത് തള്ളി നീക്കും. അതൊരിക്കലും ഒരു ഫൗണ്ടർ ഒരിക്കലും, കാരണം നമ്മുടെ ബ്രാൻഡിനെ വിശ്വസിച്ച് നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് നമ്മുടെ ചുറ്റും, അല്ലേ, നമ്മുടെ ടീമിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന. അപ്പോൾ ഇവരെയൊക്കെ ആലോചിച്ചാൽ ഒരു ഫൗണ്ടർ എപ്പോഴും ഡിസിഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഒരു ബാഡ് വൈബ്രേഷൻ കിട്ടുന്ന ഇടങ്ങൾ, അതിപ്പോൾ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലായാലും കരിയർ ഗ്രോത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിലും നമ്മുടെ സ്റ്റാഫ് ടീമിൽ നിന്നാണെന്നുണ്ടെങ്കിലും, ഒരു ബാഡ് ഇൻറ്റ്യൂഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞെന്നാൽ അവിടെ നമ്മൾ ഫോക്കസ്ഡ് ആവണം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ. എന്നാലും ചതിക്കപ്പെടും, പക്ഷെ ചതിക്കപ്പെട്ടാൽ, അതാ ഞാൻ പറയുന്നത്, ഒരു പരിധിയിൽ കൂടുതൽ ഫ്രീഡവും അവിടെ ആയി പോവരുത്. നമ്മുടെ കണ്ണ് എത്തേണ്ട അടുത്തൊക്കെ നമ്മുടെ കണ്ണ് ഉണ്ടാവണം. ഡെലിഗേറ്റ് ആയി എന്നും പറഞ്ഞുകൊണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം സ്ഥാപനത്തിലേക്ക് ചെല്ലുക, അല്ലെങ്കിൽ ടീമുമായിട്ട് വെറുതെ കോളിലിരുന്ന് ഒരു 6 മാസം കൂടുമ്പോൾ ഒരു മീറ്റിംഗ് കൂടുക, ആ ഒരു ട്രാക്കല്ല ഞാൻ പറഞ്ഞത്. നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടും. നമ്മളും നമ്മുടെ സ്റ്റാഫും ആയിട്ടുള്ള കെമിസ്ട്രി ഒരു ടൈം കഴിയുമ്പോൾ ഫാമിലി ബോണ്ടിനേക്കാളും മുകളിലാവും. ചിലടത്ത് കണ്ടിട്ടില്ലേ, ചില പ്രശ്നം വരുമ്പോൾ ഫാമിലി ഇട്ടിട്ട് പോയാലും നമ്മുടെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള സ്റ്റാഫ് നമ്മുടെ കൂടെ നിൽക്കും. അത് ഈ കെമിസ്ട്രി വർക്കാവുന്നത് കൊണ്ടാണ്. അപ്പോൾ അത് വർക്കാവാത്ത ചില മനുഷ്യരുണ്ടാവും ആ ടീമിൽ തന്നെ. അവിടെ നമ്മൾ ഒന്നും കൂടി ശ്രദ്ധ കൊടുക്കുക. നമ്മുടെ ഇൻറ്റ്യൂഷനിൽ ഒരാളെ ടീമിൽ നിന്ന് മാറ്റുന്നതാണ് നല്ലത് എന്ന് തോന്നിക്കഴിഞ്ഞെന്നാൽ അത് ഒരു ഇമോഷണൽ ബൗണ്ടറി അതൊരു ബാരിയർ ആവരുത്. അയ്യോ, അവൻ ഇത്രയും നാളും എന്തായാലും കൂടെ നിന്നതല്ലേ, അവനൊരു തെറ്റ് പറ്റി, അല്ലെങ്കിൽ കുറച്ച് നാളും കൂടെ അവനൊന്ന് ഇരുത്തി നോക്കാമെന്ന് പറയുമ്പോൾ ഇത് ബാക്കി എല്ലാവരിലോട്ടും ബാധിച്ചിട്ടുണ്ടാവും. നമ്മൾ പിന്നെ എടുത്ത പണി ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ ഒരിക്കലും നമ്മുടെ പ്രൊഫഷൻ വെച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ നിൽക്കരുത്. കാരണം ഫൗണ്ടറിനെ മാത്രമല്ല അത് ബാധിക്കുന്നത്, ഒരു ഹോൾ ബ്രാൻഡിനെയും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ടീമിനെയും അവരുടെ ഫാമിലിയെ ഇത്രയും പേരെ ബാധിക്കും. ആ ടൈമിൽ നമ്മളിലുള്ള ക്ലയൻസ് ആരൊക്കെയാണോ അവരെയും ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് ഒരിക്കലും ഒരു ഫൗണ്ടർ ഇമോഷണലി എടുക്കാൻ നിൽക്കരുത്. അപ്പം വളരെ ഇൻസൈറ്റ്സ് ഉള്ളൊരു ഒരു ടോക്ക്. അല്ലാത്തപ്പോൾ നമ്മുടെ ടോക്സ് ഒന്നും ഇങ്ങനെ ആയിരിക്കില്ല, അല്ലേ? ഭയങ്കര അലമ്പായിരിക്കും. ഇവിടെ വന്നിരുന്നപ്പോൾ എനിവേ, നമ്മളൊക്കെ ഏകദേശം ഒരേ പ്രായമാണ്. ഒരുപാട് മുന്നോട്ട് ഇനി യാത്ര ചെയ്യാനുണ്ട്. ഏകദേശം ഒരേ പ്രായം എന്നല്ല, രണ്ടുപേരും ഒരേ ഏജാണ്. ഒരുപാട് മുന്നോട്ട് യാത്ര ചെയ്യാനുണ്ട്. എനിക്ക് തോന്നുന്നു അഖില ഒരുപാട് വലിയ വലിയ തീരുമാനങ്ങൾ എടുത്ത്, ഞാനിങ്ങനെ അഖിലിനെ കാണുമ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട്, എനിക്ക് ഇത്രയും പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ, ഞാൻ ഭയങ്കര കൂൾ. ലൈക്ക് നമ്മളെല്ലാവരും മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് കിട്ടുന്ന ലക്കി, അല്ലെങ്കിൽ നമ്മൾ എത്ര ഹാപ്പി ആണെന്ന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കിതൊന്നും വന്നില്ലല്ലോ എന്ന് ചിന്തിക്കുന്നത്. ഈ യാത്ര ഇങ്ങനെ തന്നെ ഇനി മുന്നോട്ട് പോകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം, നമുക്കെല്ലാം സംഭവിക്കുന്നത് ഏകദേശം ഒരുപോലെയാണ്. ഞാനും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്ന ആശുപത്രിയിൽ നിന്നപ്പോൾ തന്നെയാണ് അഖിലയ്ക്കും ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത്. അന്ന് ഞാനും ഇൻസ്റ്റാഗ്രാമിൽ വളരെ ഒരു എന്താ പറയുക, ഭയങ്കര ഇമോഷണൽ ഒരു പോസ്റ്റ് എഴുതിയിട്ടു. അഖിലയും ഒരു പോസ്റ്റ് എഴുതിയിട്ടു. രണ്ടുപേരുടെ പോസ്റ്റിലും കോമൺ ആയിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ് കൂടെ നിൽക്കുന്ന മനുഷ്യൻ. ഞാനും എഴുതി, എന്ത് വന്നാലും എന്നെ വിട്ടുകൊടുക്കില്ല എന്ന് വാശിയുള്ള കുറച്ച് പേരുടെ ചുറ്റുമാണ് ഞാൻ ജീവിക്കുന്നതെന്ന്. അഖിലയും എഴുതി അതുപോലെ തന്നെ. അപ്പം ഇതേ റിലേഷൻഷിപ്സും അല്ലെങ്കിൽ ആ മനുഷ്യരെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് വളരാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് നമ്മുടെ റിലേഷൻ മുന്നോട്ട് പോകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.